ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അവരുടെ ഇഷ്ടപ്പെട്ട ഒരു കുക്കീസാണ് കേട്ടോ. ചോക്ലേറ്റ് ചിപ്പ് കുക്കീസാണ്. മിനി വെർഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുക്കീസാണ് കേട്ടോ. ഇവിടെ ഞാൻ ഓവനിലാണ് ചെയ്തിരിക്കുന്നത്. ഓവനില്ലാതെയും ഇത് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. കുറഞ്ഞ അളവിലാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി കുട്ടി കുക്കീസ് ആകുമ്പോൾ നമുക്ക് കുറച്ചധികം കിട്ടുകയും ചെയ്യും കേട്ടോ. ഈ ഷുഗറിൻ്റെയൊക്കെ അളവ് ഞാൻ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം. ഇവിടെ 2 ടൈപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ബ്രൗൺ ഷുഗറും ഒന്ന് വൈറ്റ് ഷുഗറും. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അളവ് കൊടുത്തിട്ട് നമുക്ക് വൈറ്റിലോട്ടാക്കിയാലും മതിയാവും. ബ്രൗൺ ഷുഗർ ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. കാരണം നല്ല കുക്കീസിന് നല്ല സോഫ്റ്റ്നെസ്സും ച്യൂവിനെസ്സും ഒക്കെ കിട്ടും കേട്ടോ. നല്ല ച്യൂവി ആയിരിക്കും. അപ്പോൾ അകം വന്നിട്ട് നല്ല ച്യൂവി ആയിട്ടിരിക്കും, പുറത്ത് നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാകും കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കുഴച്ച് വരുമ്പം ലൂസ് ആവുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ഞാനിവിടെ എടുക്കുന്ന കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതിയാകും കേട്ടോ. നമുക്ക് അതായത് നമ്മൾ ഉരുട്ടി എടുക്കുമ്പം ബോള് പോലെ എടുക്കുമ്പം കയ്യിലൊന്നും ഒട്ടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വിട്ടുപോയി, ചോക്ലേറ്റ് ചിപ്സ് ആണ് കേട്ടോ. അതും കൂടെ കൊടുത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. ഇവിടെ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് ബേക്കിംഗ് ട്രേയിലാണ് കേട്ടോ. അപ്പോൾ അതിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ബട്ടറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുട്ടി കുട്ടിയായിട്ട് ബോൾ ഷേപ്പിൽ ഇതെല്ലാം കൂടെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ കുക്കീസ് ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഓരോ ചോക്ലേറ്റ് ചിപ്പും അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓവൻ ഇല്ലെങ്കിലും അടുപ്പിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തിരിക്കാം. ഇവിടെ ഞാൻ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ കുക്കീസ് ബേക്ക് ചെയ്തെടുത്തത്. 180 ഡിഗ്രി സെൽഷ്യസിൽ എനിക്കൊരു 15 to 20 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ഓവൻ്റെ ഇതനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കുക്കീസ് എല്ലാം ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ട് സോഫ്റ്റ് ആൻഡ് ച്യൂവി ആയിട്ടുള്ള കുക്കീസാണ്. എല്ലാവരും ഇതെന്താ പറയുക, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളത് ടേസ്റ്റ് കാരണം വീണ്ടും എന്തായാലും ട്രൈ ചെയ്യും കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. സ്നാക്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഐറ്റവും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ഈ ടെക്സ്ചറിലാണ് ഇരിക്കുന്നത് കേട്ടോ. ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് ആ ഒരു കളറിൽ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ എല്ലാം സെറ്റാക്കി ഞാനൊരു ബോട്ടിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് ഇട്ട് വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ പോവും. പക്ഷേ ഇത് അത്രയും ദിവസം പോകത്തില്ല. അതിന് മുമ്പേ തന്നെ കാലിയായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ.